CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ രണ്ട് അപ്ഡേറ്റുകളാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവിനെ കുറിച്ചും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈനിങ് ആയ നോഹ സദൂയെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണ പരിശീലനം ആരംഭിച്ചു എന്നാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഫോട്ടോയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മോഹൻ ബഗാനുമായുള്ള മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനോടകം തന്നെ ലൂണ പരിശീലനം ആരംഭിക്കുമെന്നൊക്കെ. ഏതായാലും നിലവിൽ ഇപ്പോൾ അഡ്രിയാൻ ലൂണ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഇപ്പോൾ KBFC ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചുള്ള ഒരു സുപ്രധാനമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇനിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ അഡ്രിയാൻ ലൂണയും കളിക്കളത്തിൽ ഉണ്ടാവുമെന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണയുടെ 10 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം താരം കളിക്കളത്തിലേക്ക് ഇറങ്ങുമോ എന്നൊക്കെ തീരുമാനിക്കുമെന്ന്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്റർനാഷണൽ ബ്രേക്കിലാണ്. ഇനി മത്സരം പുനരാരംഭിക്കുക ഈ വരുന്ന മാർച്ച് 30-ാം തീയതിയാണ്. ഏതായാലും അതുവരെ അഡ്രിയാൻ ലൂണ പരിശീലനം തുടരുക തന്നെ ചെയ്യും. ഏതായാലും ആ ഒരു 10 ദിവസത്തിന് ശേഷം ഇവാൻ ആശാൻ തന്നെ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും KBFC ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ട്, ഈ ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ അഡ്രിയാൻ ലൂണയെ നമുക്ക് താമസിക്കാതെ തന്നെ കളിക്കളത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ലൂണ തിരിച്ചെത്തുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോകുലം കേരള ടീമിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ഇമാനുവൽ മടങ്ങിപ്പോവും. നമുക്കറിയാം, ജസ്റ്റിൻ ഇമാനുവൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടും വലിയ പ്രകടനങ്ങളൊന്നും ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ താരത്തിന് ഇതുവരെ ആയിട്ടും കുറെ നേരം കളിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല. ഏതായാലും ലൂണ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി ഒരു അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന നോഹ സദൂയെ കുറിച്ചാണ്. നമുക്കറിയാം, FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് നിലവിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് നോഹ സദൂ എന്ന സൂപ്പർ താരം. നിലവിൽ താരം അറ്റാക്കറായും വിങ്ങറായും കളിക്കും. കഴിഞ്ഞ ദിവസം ബ്രിഡ്ജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഹ സദൂയെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്ത് കഴിഞ്ഞു, താരം പ്രീ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഏതായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, നമുക്കറിയാം മാർക്കസ് മൊർഗുലാഹോ സ്പോർട്സിനെ പറ്റിയുള്ള എല്ലാ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ന്യൂസും പുറത്തേക്ക് വിടുന്നതാണ്. മാർക്കസിനോട് ഒരാൾ ചോദിച്ചതാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോഗോസ് ഗോവയിലേക്ക് പോകുമോ? കൂടാതെ ഗോവയുടെ നിലവിലെ സൂപ്പർ താരമായ നോഹ സദൂ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന ചോദ്യം. അതിന് മറുപടിയായി മാർക്കസ് മൊർഗുലാഹോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇതിൽ ഒന്ന് മാത്രമാണ് ശരി എന്നാണ്. ഏതായാലും ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം നോഹ സദൂ എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയെന്ന്. ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് ദിമിത്രിയോസ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ദിമിത്രിയോസിൻ്റെത് നിലവിൽ റൂമറുകൾ മാത്രമാണ്. നോഹ സദൂയുടേതാണെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ISLന്റെ അടുത്ത അഥവാ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്ട്രൈക്കർ സ്ഥാനത്ത് നമുക്ക് നോഹ സദൂയെ കാണാൻ സാധിക്കും. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.